2 ദിവസം വേളാങ്കണ്ണി വരെ പോയിട്ട് ഇന്നിപ്പോൾ രാവിലെയാണ് വന്നത്. വന്നപ്പോൾ ഒന്ന് ടെറസിലേക്ക് കയറിയപ്പോൾ പാഷൻ ഫ്രൂട്ടിലൊക്കെ കാകൾ കിടക്കുന്ന കണ്ട് കുറേ. അതല്ലാതെ കുറേ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. അപ്പോൾ അതെല്ലാം പറിച്ചു വെച്ചു. കുറച്ച് പയറുണ്ടായിരുന്നു, ഒരല്പം ബീൻസ് കിട്ടി. അതെല്ലാം കൂടെ പറിച്ച് ടെറസിലുള്ള മുറിയിലേക്ക് വച്ചിട്ട് ഞാനിതിന് വെള്ളമൊഴിക്കാൻ വേണ്ടി പോയതാണ്. എങ്കിലും ഇന്ന് കിട്ടിയ വിളവ് ഇതാണ്: പയറ്, ബീൻസ്, ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത്രയല്ല, ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ചു നോക്കി. നല്ലതായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. വീട്ടിൽ വിളയുന്ന ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മധുരമുണ്ട്. വീണ്ടും അടുത്ത മുട്ടുകൾ ഡ്രാഗൺ ഫ്രൂട്ട്സിൽ ഇവിടെ 2 എണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ പുതിയ മുട്ടുകൾ വരുന്നുണ്ട്. മുകളിൽ ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പച്ചക്കായുമുണ്ട്. അതോടൊപ്പം നിന്ന പഴുത്ത കായാണ് ഞാൻ രാവിലെ പറിച്ചെടുത്ത് കഴിച്ചു നോക്കിയത്. അപ്പോൾ അത് പറിച്ചില്ല, അതിവിടെ നിൽപ്പുണ്ട്. താഴത്തെ ഇതുപോലെ നിന്നാണ് പറിച്ചെടുത്ത് ഭക്ഷിച്ച് നോക്കിയത്. ഇവിടെ 3, ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറിക്കാതിരുന്നതാണ്. അതിൻ്റെ 3 ജനറേഷനാണ് പൂവ്. ഇതൊരു പകുതി വിളവായി വരുന്നു, കായ ചെറുതാണ്. ഇതൊരു പഴുത്ത് നാളെ പറിക്കാവുന്ന രീതിയിൽ വരണം. അങ്ങനെ കുറേ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഉള്ളത് ഞങ്ങളുടെ റോസ് ഗാർഡനും അതും ഇതൊക്കെയാണ്. ടെറസ് ഗാർഡൻ്റെ ഒരു ആകാശ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ഇതൊരു വലിയ ഗാർഡനായിട്ടൊന്നും തോന്നാനില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങളിൽ പലരും കമൻറ്റൊന്നും എഴുതാത്തത്. പക്ഷെ നിങ്ങളുടെ മോശമായ കമൻറ്റുകളാണെങ്കിൽ പോലും ഞാനത് വളരെ പോസിറ്റീവായി എടുക്കുന്ന ആളാണ്. കാരണം അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഇത് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതുമായതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റുകൾ ആവശ്യപ്പെടുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റുകൾ എഴുതാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.